ഞാൻ രോഗിയാണോ ഗൈസ്? എന്റെ മരുന്നാണ് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ജീവിതകാലം മുഴുവൻ എനിക്ക് വേണം കൂടെ. ചെറിയ പ്രശ്നമാണ്. ഞാൻ ഓക്കെയാണോ ഇന്നേ വരെ ഒരാള് പോലും ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചിട്ടില്ല. പറ്റിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇവനോട് പോലും എന്റെ വിഷമോ കാര്യങ്ങളോ തുറന്നു പറയാൻ പറ്റത്തില്ല. ഞാൻ കാരണം ഇനി വേറൊരു കൊച്ചിന്റെ ത്യാഗം എന്നുള്ളൊരു രീതിയിലേ അല്ല എനിക്ക്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛാ അവനില്ലാണ്ട് പറ്റത്തില്ല അച്ഛാന്ന് പറഞ്ഞു. ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എങ്ങനെ കൊച്ചിനെ അവന്റെ കൂട്ടത്തിൽ ജീവിക്കും. ആ വണ്ടി പോയതൊരു ഭയങ്കര വിഷമം. ലൈഫ് പണ്ടത്തെ പോലെ എന്തായാലും നല്ല ചേഞ്ചസ് വരുമെന്ന് അപ്പോഴും നമുക്ക് അറിയാം. പക്ഷെ എനിക്ക് അതൊന്നും ഇല്ല. എനിക്ക് ഇവന്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും കാണാന്നുള്ള ഒറ്റ സാധനമേ ഉള്ളായിരുന്നു. ആ സമയത്താണ് സത്യം പറഞ്ഞ ഞങ്ങള് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ലവ് സ്റ്റോറി പ്ലസ് ആക്സിഡന്റിന് ശേഷവും മുമ്പും ശേഷമുള്ള നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. രസമാണ് കേട്ടോണ്ടിരിക്കൂ. അത് കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണക്ക് പിടിച്ചോ? നീ അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ വ്ളോഗ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിന്റെ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ കയറിയപ്പോഴാണ്. അതിനു മുന്നേ ഞങ്ങള് ലവ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. കാര്യം വീട് അടുത്ത് തന്നെ ആയിരുന്നു. വീട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വീടിന്റെ അപ്പുറത്തും വന്ന് ഇപ്പുറത്തോട്ട്. അപ്പം നമ്മൾ കൂടുതലും പുറത്തൊക്കെ വന്ന് നമ്മുടെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു കടയാണ് എന്റെ വീടിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടെ ചെന്ന് ലേസ് മേടിക്കാൻ പോകുമ്പോ കാണും, അല്ലെങ്കിൽ അമ്പലത്തില്. ഇതൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അച്ചാച്ചനും ഒക്കെ അറിയും. അപ്പൊ നമുക്കത് ഭയങ്കര പൊക്കലാണ്. എപ്പോഴും ആളാരാണെന്ന് അറിയത്തില്ലേലും ഇവക്കൊരു കാമുകനുണ്ട് മാത്രം അറിയാം. അപ്പൊ നമ്മള് കൂടുതലും ഫസ്റ്റ് ഇവള് അടൂര് കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മള് കോവിഡിന്റെ സമയത്തിന് മുന്നേ അത് പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നാളെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് അവിടുന്ന് വേറെ കോളേജിൽ മാറി. ആ സമയത്ത് ഞാൻ പോകുന്നതിന് മുന്നേ ഇവള് കോളേജ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഞങ്ങളുടെ ട്രാവലൊക്കെ കൂടുതലും KSRTC ബസ്സിലാണ്. KSRTC ബസ്സിലാണ് ഫുൾ ട്രാവൽ. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട്. അടൂര് കോളേജിലാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ രാവിലെ എനിക്ക് കോളേജിൽ പോകാന്ന് പറഞ്ഞോണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ രാവിലെ ഞാൻ കോളേജിൽ പോകാന്ന് പറഞ്ഞോണ്ട് ഇറങ്ങും, അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾക്ക് വേറെ പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അങ്ങോട്ട് അടൂര് ബസ്സിൽ കയറും, തിരിച്ച് തിരുവല്ലയിലോട്ട് വരും. പിന്നെ അടൂര് ബസ്സിൽ കയറും, പിന്നെയും തിരിച്ച് തിരുവല്ലയിലോട്ട് വരും. വൈകുന്നേരം വരെ ഇത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടില് എന്റെ റിലേഷനെ പറ്റി അറിയുന്ന എന്റെ ചേട്ടൻ ഇതേപോലെ ഞങ്ങള് പൊക്കലൊക്കെ ഭയങ്കര കോമഡിയാ. നമ്മള് തന്നെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതെ, ചേട്ടൻ. അപ്പൊ ബസ്സില് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ചേട്ടൻ അവിടെ, അവൻ കോളേജിൽ പോകാൻ വേണ്ടി അവിടെ ഇരിക്കുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ടാറ്റു കൊടുത്തതിനെ കണ്ടിട്ട് ഞാൻ ആർക്കാ ടാറ്റു കൊടുക്കുന്നത് നോക്കാൻ വേണ്ടി ഇത് തിരിഞ്ഞിങ്ങനെ നോക്കി. അപ്പൊ രണ്ടുപേരെയും കണ്ടോ, അന്നെ ഒത്തിരി അടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് അന്ന് അടിച്ച മനുഷ്യനാണ് ഇപ്പൊ ഈ ക്യാമറ പിടിച്ച് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ടില് നിൽക്കുന്നത്. അപ്പം അങ്ങനെ പൊക്കലൊക്കെ ചേട്ടന്റെ ഭയങ്കര കൂടെ. ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മള് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇവനെ വിളിച്ചതാ, പക്ഷെ ഇവൻ വന്നില്ല. ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ഫാമിലി ട്രിപ്പിനും അങ്ങനെ ഒത്തിരി പേരുള്ള ഫാമിലി ട്രിപ്പൊന്നും ഇഷ്ടമല്ല. ഞാനും പോകുന്നില്ലെന്ന് പക്ഷെ എന്താ ഞാൻ പറഞ്ഞതാ. പക്ഷെ അവൻ എന്റെ ചേട്ടൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെല്ലാരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയതാ. അപ്പം കൊണ്ടുപോയ സമയത്ത് എല്ലാരും, എന്റെ ചേട്ടന് ഇവനെ പോലെ ഇപ്പൊ ഇച്ചിരി ഭയങ്കര ചമ്പിയായിരുന്നു. അപ്പം കാണുന്നവരൊക്കെ തിരിഞ്ഞിരിക്കുന്ന കാണുമ്പോ അവൻ എല്ലാരും വിചാരിക്കുന്നത് ഇവനാണ്. അല്ല, ചബ്ബിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പൊ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേനും ഓരോരുത്തർ വന്നിട്ട് എന്നോട് ചോദിക്കും, അയ്യോ മോളെ, ഒത്തിരി പേര് വന്നിട്ട് ഒത്തിരി ഭയങ്കര സ്നേഹം, ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങള് എന്നോട് പറയും, മോളെ മക്കളെ അറിയാം. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേന് ഇങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നെ എന്റെ ചേട്ടൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവനാന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എന്റെ ബ്രദറാന്ന് പറഞ്ഞിട്ട് അവന് രണ്ടു മൂന്ന് പേര് അതിന് മുന്നേ വന്നിട്ട് എന്റെ ചേട്ടനോട് ചോദിച്ചു, മോന്റെ അസുഖമൊക്കെ മാറി. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് എന്തസുഖം എന്നുള്ള രീതിയില്. അപ്പൊ അതെന്റെ ബ്രദറാണ് ഗൈസ്. ഇവനാണ് യദു കൃഷ്ണ. മുഖം സൂമ് ചെയ്യേ, ഇതാണ് യദു കൃഷ്ണ. അപ്പം
അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ കുറെ പേര് വന്ന് ഭയങ്കര സ്നേഹം, ഒത്തിരി പേര് വന്ന് തിരിച്ചറിയുകയും എടുക്കുകയും ഇവനെ പറ്റി ഭയങ്കര ആ ട്രിപ്പിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഉള്ളായിരുന്നു സന്തോഷം, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ പോയിന്റ് വിട്ടുപോയി. പിന്നെ ഞങ്ങള് കോവിഡ് സമയമായിരുന്നു. കോവിഡ് സമയത്ത് നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. മീറ്റ് ചെയ്യായിരുന്നു ഇടയ്ക്ക് ലേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഫോണിൽ കൂടെ ആയിരുന്നു. അല്ലപ്പം കോവിഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കോളേജിലോട്ട്, ഞാൻ അടൂരുള്ള കോളേജ് മാറിയിട്ട് വേറൊരു തമിഴ്നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് തിരുവനന്തപുരം റൂട്ടും ഇവന് എറണാകുളം, ചെന്നൈ അവിടെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള നല്ല 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 വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ. കാര്യം നമ്മൾ അത്രയും മാറി നിന്നിട്ടില്ല. നേരത്തെ വരെ ഇവൻ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്നെ കാണും, സംസാരിക്കും. ഇപ്പം എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇവന് കാണാൻ സംസാരിക്കാൻ അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അതല്ല ഞാൻ ഇങ്ങോട്ടും പോകുന്ന എടുക്കുന്നൊന്നും അതിന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഹോസ്റ്റൽ ലൈഫ് ഞാൻ ഇതിന് മുന്നേ അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പം വീട്ടിലും വലിയ താല്പര്യമില്ല, അപ്പം എനിക്കും വലിയ താല്പര്യം. പക്ഷെ നമ്മൾ പോയി പഠിക്കാം എന്നുള്ള രീതിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം ഫോണില്ല. 8 മണി ആദ്യത്തെ ഒരു ഇയർ 2 വർഷം 8 മണി തൊട്ട് 9 മണി വരെ ഫോണില്ല. ലാസ്റ്റ് ഇയറിലും അവസാനമായിട്ടാണ് നമുക്ക് ഫോൺ അലൗഡ് ആയിട്ട് തന്നത് തൊട്ടുള്ളത്. ഈ പ്രോജക്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോൺ തരുന്നതല്ലാണ്ട് 1 മണിക്കൂറേ ഉള്ളൂ ഫോൺ. 1 മണിക്കൂർ. എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ ആ സമയത്ത് പുറത്താണ്. അപ്പം അമ്മ വിളിക്കും, അച്ഛനാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വെക്കത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ എന്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിൽ ക്രാഷസ് ഒക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നല്ല പ്രശ്നങ്ങൾ. അതിനിടയ്ക്ക് ഈ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടുപിടിക്കാനുള്ള എല്ലാ വീടുകളും ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് ഇവനയക്കുന്ന മാറി അച്ഛനും അമ്മയ്ക്കൊക്കെ ആയിരിക്കും അയക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് പൊസസീവ്നെസ് ആ സമയത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇത് വേണ്ടി ഒന്ന് കമന്റ് ചെയ്ത് എന്തൊക്കെ ചീത്ത എടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്നും കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്റെ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. നടത്തത്തില്ല എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഉറച്ചു നിൽക്കുന്ന രീതിയായിരുന്നു. രണ്ട് വീട്ടുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മമാരൊന്നുമില്ല, അച്ഛന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവമൊക്കെ ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനിടയ്ക്ക് നല്ല നല്ല പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അങ്ങനല്ല, ഇപ്പൊ നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ആ കോളേജിൽ ചേർന്നതിന് ശേഷമാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവളെ കോളേജിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ ഒരു സമയം കഴിഞ്ഞപ്പോ തൊട്ട് തിരിച്ച് അല്ല, ഫസ്റ്റ് ഒക്കെ ഒരു പകുതി സമയം വരെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടുകയോ ചെയ്തുള്ളായിരുന്നു. ഞാൻ മിക്കവാറും ഞാൻ നാട്ടിൽ തന്നെ. ഇങ്ങനെ അവിടെ ചെന്ന് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കോളേജിൽ പോയി എനിക്ക് ഭയങ്കര കുറവായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ പോയിട്ടുള്ളത് മാത്രമല്ല. ഇപ്പൊ കോളേജിൽ വരുന്ന സമയത്ത്, വീട്ടിൽ വരുന്ന സമയത്ത് ഇവനും ഉണ്ടായിരിക്കും നാട്ടില്. അപ്പൊ അങ്ങനെ എന്തായിരുന്നു ആക്സിഡന്റ്, ഫുഡ് പോയ്സൺ, അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഇതാണ് തിരിച്ചു വന്ന സമയത്ത് പന്തളത്ത് വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി എനിക്കും അച്ചാച്ചനും അമ്മയുടെ അച്ഛനും കൂടെ. അപ്പൊ നമുക്കൊക്കെ ഇവിടെ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നാളെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പോക്ക് അങ്ങ് നിന്നു. പിന്നെ ട്രെയിനിൽ വിടാൻ തുടങ്ങി. അപ്പൊ തൊട്ട് ട്രെയിനിലായിരുന്നു. പിന്നെ കുറച്ച് നാളെ ഞങ്ങൾ ഇവിടെ ആ സമയത്തും അല്ല, അതിനു മുന്നേ കാറിൽ കൊണ്ടുവിടുന്ന, അതിനു മുന്നേ ഒക്കെ കാറിലാണ് കൊണ്ടുവിടുന്നത്. ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ട്രെയിനിന് പോയപ്പോഴാണ് ചെറിയ പ്രശ്നം. അല്ല, അങ്ങനല്ല, ട്രെയിനിന് പോയിട്ട് ഞാനുണ്ടെന്ന് വീട്ടുകാരറിഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ കുറെ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായി. അങ്ങനെ അങ്ങനെ ആ ട്രെയിനിൽ പോയിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഗൈസ്, അല്ലേ? ആ ട്രെയിനിൽ പോക്ക് കാറാണ്. അപ്പൊ ഞാൻ ട്രെയിനിൽ പോയിട്ട് ഇവള് കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു. ഓക്കെ എന്നാ ഓക്കെ. എന്നിട്ട് ഞാൻ തിരിച്ച് ബസ്സിൽ ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്നൈ ബസ് സ്റ്റാൻഡ് എത്താൻ നേരം എനിക്കൊരു കോള്. അല്ല, എനിക്ക് വേറെ ആരുടെയും നമ്പർ, സിസ്റ്റർ പറഞ്ഞു ഇതുപോലെ ആക്സിഡന്റ് പറ്റിയത് വീട്ടിൽ അറിയിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേറെ എന്റെ അച്ഛന്റെ അമ്മയുടെ ഇവന്റെ നമ്പർ അല്ലാണ്ട് എനിക്ക് കാണാതെ അറിയത്തില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് അച്ഛൻ കൂടെ ഉണ്ടല്ലോ, അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതുപോലെ പേടിക്കണ്ട. എന്നോട് ആദ്യം സിസ്റ്റർ വിളിച്ചത്. സിസ്റ്റർ വിളിച്ചിട്ട് ഇന്നുപോലെ ജ്യോതിക അറിയാവോ, ഇങ്ങനെ ആക്സിഡന്റ് ആയി. ഞാൻ അപ്പോഴത്തെ എന്റെ അപ്പുറത്തൊരു ചേട്ടൻ കിടപ്പുണ്ട്. ആ ചേട്ടൻ നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചാടി എണ്ണിക്കുന്നു ഞാൻ. എവിടെ ഏത് ഹോസ്പിറ്റലാണ്? എന്നിട്ട് രണ്ടാമത്തെ ആ കോള് കട്ട് ചെയ്തിട്ട് അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇവള് എന്നെ വിളിച്ചിട്ട് കുഞ്ഞോല ഉണ്ണിക്കുട്ടന് മെസ്സേജ്, ഉണ്ണിക്കുട്ടൻ മീൻസ് ചേട്ടന് മെസ്സേജ് അയക്കോ. ഞാൻ അവന് മെസ്സേജ് അയച്ചാൽ പറ്റിയല്ല, അവന് ഞാൻ മെസ്സേജ് അയച്ചാൽ നോക്കിയില്ല, ഒന്നുമില്ല. അതിന് മുന്നേ അറിയുകയൊക്കെ ചെയ്തായിരുന്നു തോന്നുന്നു. അങ്ങനെ ആക്സിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊണ്ടുവിടലൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി ഫ്രീഡം കിട്ടി. ആ സമയത്താണ് ഫ്രീഡം ആക്ച്വലി പറയുകയാണെങ്കിൽ ഫ്രീഡം കിട്ടി. സത്യം പറഞ്ഞ ആ സമയത്താണ് സത്യം പറഞ്ഞ ഞങ്ങള് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്.
അതെ, എന്നെ കോളേജിൽ നിന്ന് വിളിക്കാൻ വരും. കോളേജിൽ നിന്ന് വിളിക്കാൻ വരുന്നത് ഫസ്റ്റ് ഒക്കെ ട്രെയിനിൽ തന്നെ ആയിരുന്നു, കുറച്ച് നാളൊക്കെ ട്രെയിനിൽ തന്നെ ആയിരുന്നു. പിന്നെ വിളിക്കാൻ വരുന്നത് ബൈക്ക് വരുമായിരുന്നു. ഇവിടുന്ന് അവിടം വരെയും ബൈക്ക് വന്നിട്ട് തിരിച്ചു വരുന്നത് ബൈക്കിലായിരിക്കും. അതുപോലെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. തിരുവനന്തപുരമാണ് നമ്മുടെ മെയിൻ കാര്യം. അവിടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളാർക്കും അറിയത്തില്ല. തിരുവനന്തപുരം സൂ ഒക്കെ ഇവളാണ് ഗൈസ് കൊണ്ട് കാണിച്ചിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പം അവിടെ ജ്യോതി എന്ന് പറയുന്നവള്, അപ്പൊ അവൾ സൂയില് കൊണ്ട് കാണിച്ചു. അപ്പൊ അവളൊക്കെ നമ്മളെല്ലാരും അതുപോലെ ലുലു മാള് കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കലൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ലുലു മാളിലൊക്കെ കുറെ കോമഡി ഉണ്ട്. ഞാനൊരു ദിവസം ചുമ്മാ വന്ന് അങ്ങനല്ല മണ്ടക്ക് നിക്കും. അപ്പൊ ഇവൻ കൂട്ടുകാരനെ ആരാണ്ട് വിളിച്ചോണ്ടപ്പോ ഞാനിങ്ങനെ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവന്റെ കൂടെ ഒന്ന് ഇവന്റെ ഒരു തള്ള്. ഞാൻ നോക്കും അവിടെ എത്രയും പേരുടെ മുന്നേ ഞാൻ മറിഞ്ഞടിച്ച് വീണ്. ഞാൻ നോക്കും ഒന്ന് എടുക്കണമല്ലോ, നോക്കി ചിരിക്കുക. ഞാനൊക്കെ ഒരു ചുമ്മാ താഴെ വീണു. താഴെ വീണിട്ട് പിന്നെ ഞാൻ തന്നെ മറ്റേ തറയിലടിച്ച് ഇങ്ങനെ വിളിക്കുന്ന ഫോസിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ പിന്നെ എല്ലാരും പിന്നെ പെട്ടെന്ന് താഴെ ഇറങ്ങി വന്നു, വീണതറിയാന്നോണ്ട്. അങ്ങനെ നല്ല നല്ല കുറെ മെമ്മറീസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ പോകുന്നതും എടുക്കുന്നതും. ട്രാവല് കുറെ എനിക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ കംഫർട്ട് എനിക്ക് ബൈക്കിൽ പോകുന്നതായിരുന്നു. കാര്യം എനിക്ക് ഛർദിക്കത്തില്ല, വൊമിറ്റിംഗ് ടെൻഡൻസി കുറയും. ആ സമയത്ത് തന്നെ നമുക്ക് ഛർദി ഒരു തവണ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് വഴുന്നീളെ. അതെ, ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു, ഫുഡ് പോയ്സൺ അടിച്ച് വരുന്ന പമ്പിലും ഹോട്ടലിലും ഒക്കെ കയറി പിന്നെ ഇട്ടിട്ട് വന്നു. അതിന് അവസാനം എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ, പുറകെ ബാഗും തൂക്കി ഇരിക്കുന്നതൊക്കെ ഇരിക്കാനും വയ്യ, വല്ലാത്തൊരവസ്ഥ. എന്റെ പൊന്നു, അതൊക്കെ അങ്ങനെ അങ്ങനെ. പിന്നെ അതിന്റെ ഇടയ്ക്കിലും കുറെ പൊക്കലുണ്ട്. നമ്മള് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷെ അതിലും എല്ലാ പോകലിലും പൊക്കലുണ്ട്. അപ്പൊ ഇവള് ഇട്ട് കൊടുക്കുക ഓരോന്ന്. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി ഇവന് മെസ്സേജ് അയക്കാം, കുഞ്ഞാ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞോണ്ട് അയക്കുന്നത് അമ്മയ്ക്കായിരുന്നു അയക്കുന്നത്, ഞാൻ മറന്നു. പിന്നെ ഇടയ്ക്കൊരു പൊക്കലെന്ന് പറഞ്ഞ മറ്റേ ഇതടി മറ്റേത് മതിലടിയത്. അതൊക്കെ ലേസ് മേടിക്കാൻ വന്നത്. ഒരു കോളേജിൽ തിരിച്ചു വരാൻ നേരം പൊക്കിയത് മറ്റേ വണ്ടി നനഞ്ഞത്. സംഭവം പറഞ്ഞ പൊക്കി എങ്ങനെ പറഞ്ഞ ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന അല്ല, കൂടുതലും ഇടയ്ക്കിടയ്ക്ക് ഞാനുണ്ടെന്നുള്ള വ്യാജേന ഇവിടെ ബസ്സിലാണ് വരുന്നത്. അപ്പൊ ഞങ്ങള് ബസ്സിൽ വരുവാണെങ്കിൽ ഇത്രയും പെട്ടെന്നൊന്നും വരത്തില്ലല്ലോ, ഇത് പെട്ടെന്ന് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ഇത്ര പെട്ടെന്ന്. മഴയുള്ളൊരു ദിവസം ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ ഫുള്ളല്ലേ, ഇങ്ങനെ ചാറ്റിലടിച്ചാലും നനയത്തുള്ളൂ. എന്റെ ഹെൽമെറ്റ് വെക്കുന്നോണ്ട് ഇത്ര നനയത്തില്ല, ബാക്കി മൊത്തം ഇവിടെ ഇത്രയും അവിടെ നനഞ്ഞിട്ടില്ല. അപ്പൊ അച്ചാച്ചൻ ഇങ്ങനെ പറയും, അച്ഛൻ എല്ലാ കള്ളത്തിനും പെട്ടെന്ന് എനിക്ക് കള്ളത്തരങ്ങളുടെ എക്സ്പേർട്ട് ആയതുകൊണ്ടായിരിക്കും, കള്ളത്തരം എന്താണ് ചില അച്ഛൻ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ഇങ്ങനെ ബൈക്കിന്റെ പുറകെ എന്നെ വിളിക്കാന്ന് നിന്റെ എന്താ തലയൊന്നും നനയാതെ പാന്റ് മതി ബൈക്കിലാണോ? അങ്ങനെ അല്ല ബസ്സില്. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഒക്കെ ഇഷ്ടംപോലെ. പക്ഷെ നമ്മൾ കുറെ എൻജോയ് ചെയ്ത ടൈം ആയിരുന്നു. ഒത്തിരി മെമ്മറീസ് ഉണ്ട്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുത്തം വന്നത് ജുബ്ബേ മറ്റേ ഹുഡിയും സൈഡ് ബാഗ് ഷൂ ഇട്ടോണ്ട് അവിടെ കാണാൻ കയറ്റോ, എന്നിട്ട് പിന്നെ പൈസ മുടക്കി എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ കേറണമെങ്കിൽ മറ്റേ മുണ്ടും ഷാളും ഒക്കെ ഇടണം. ഷാളോ എന്താ മറ്റേ രമേശ് പിഷാരടി പാകല്ലേ, അതൊന്നുമല്ല, മറ്റേ നേരിയത് അതൊക്കെ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അവിടെ ഒക്കെ പോയി ഭയങ്കര ഒത്തിരി മെമ്മറീസ് ഉണ്ട്. തിരുവനന്തപുരം നമ്മുടെ മെയിൻ പ്ലേസ്. തിരുവനന്തപുരം നമുക്ക് എല്ലായിടവും അറിയാം, എല്ലായിടവും എപ്പോഴും പോയി നമ്മള് മിക്കവാറും ശംഖുമുഖം അങ്ങനെയൊക്കെ പോയി. തിരുവനന്തപുരം അടിപൊളിയാണ് ഗൈസ്. ഫുഡാണെങ്കിലും അതെ, ഫുഡ് പോയ്സൺ ആണെങ്കിൽ ഫുഡ് പോയ്സൺ തിരുവനന്തപുരത്ത്, സോറി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫുഡ് അല്ലാണ്ട് നന്നായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മുടെ കുമാർ കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അടിപൊളി കഫേയാണ്, ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. കുമാർ കഫേ അടിപൊളിയാണ് ഗൈസ്. അവിടുത്തെ ബിരിയാണി ഒക്കെ സൂപ്പറാണ്, നല്ല ടേസ്റ്റ്. പിന്നെ കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പിന്നെ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവൻ പുഷ്പയിലാണെങ്കിലും കേറി, എന്റെ അപ്പോഴത്തേന് കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാനും എന്റെ ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാനും നാട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു മാസം കറക്റ്റ് ആക്സിഡന്റിന് തൊട്ടുള്ള ഒരു മാസം
ആ ഒരു സമയം കഴിഞ്ഞിട്ട് കറക്റ്റ് ആക്സിഡന്റ് 1 മാസം മുന്നെയാണ് നമ്മുടെ വീട്ടുകാരൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ആയി. പറഞ്ഞിട്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ നമുക്ക് എന്തായാലും എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ നടത്താം, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒത്തിരി പൂർണ്ണ സമ്മതമല്ല. സംഭവം ഇങ്ങനെ ഇവള് അവൻ അപ്പോഴത്തേനെ പുഷ്പേരിയിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമില് എന്നുവെച്ചാ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഇവള് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ ഒരു സ്റ്റേജ് ആയി. അത് കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛൻ ഇങ്ങനെ ഇവരിങ്ങനെ വീഗാലാൻഡിൽ പോകാൻ ട്രിപ്പ് പ്ലാനൊക്കെ ഇടുക. അപ്പൊ ഉടനെ ബാക്കിൽ വന്നിട്ട് അവനോട് വേണമെങ്കിൽ വരുന്നുണ്ട് വരാൻ പറ, ഇങ്ങനെയൊക്കെ ബാക്കിൽ കൂടെ പറഞ്ഞിട്ട്. അതുപോലെ ഒരു ദിവസം ഇതുപോലെ നമ്മൾ എന്നും വൈകുന്നേരം അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തോട്ട് നമ്മുടെ അടുത്തോട്ടുള്ള പോക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഈ ആക്സിഡന്റിന് 1 മാസം മുന്നേ ഇതുപോലെ നമ്മള് വൈകുന്നേരം തിരുവല്ല ജ്യൂസ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ കുറച്ചെടുത്ത് പോവുകയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ ലൈഫില് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ള കുറച്ച് സമയങ്ങളായിരുന്നു. 1 മാസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എപ്പോഴും ബൈക്കിൽ പോകുന്നതാണെങ്കിലും ഭയങ്കര സന്തോഷം, നമുക്ക് ഒത്തിരി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു തിരുവല്ലൊരു ഭീമയില് നമ്മളൊരു ഇതിന് കമ്മലാണോ റിങ്ങിന്റെ കമ്മൽ എനിക്ക് റിങ് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ മേടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയപ്പോ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് മേടിച്ചില്ല, എന്നിട്ട് ഇവനിട്ട് നോക്കുമ്പോ ചേരുന്നില്ല. അപ്പൊ മേടിക്കാതെ തിരിച്ചിറങ്ങി വന്ന് മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടിരുന്നപ്പോ എന്നോട് ഇങ്ങനെ ഒരു ചേട്ടൻ വെച്ചിട്ട് ചോദിച്ചു, രാജീവേട്ടന്റെ മോളല്ലേ? അപ്പൊ സത്യമായ മാസ്ക് അറിയത്തില്ല. സ്വാഭാവികമായിട്ട് എല്ലാരും കേസ് എന്തോ ചെയ്യണ്ട, മൈൻഡ് ചെയ്യാണ്ട് പോണോ, അല്ലെങ്കിൽ അത് അങ്കിള് മറ്റേ ആ വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനല്ലേ, എനിക്കറിയാം. ഇവര് തമ്മിൽ ഭയങ്കര സംസാരം. ഞാനിങ്ങനെ മാസ്ക് ഇങ്ങനെ മാറ്റിട്ട് യു ചേട്ടാ മറ്റും എന്തോ വണ്ടി ഓടിക്കുന്ന ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഓർത്ത ദൈവമേ ഇതിപ്പോ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമല്ലോ എന്ന്. ഞങ്ങള് നേരെ ഒരു ജ്യൂസ് ജ്യൂസ് കുടിക്കാൻ ഏതോ ഒരു ജ്യൂസ് ബാറില് ജ്യൂസ് ബാറില് കേറി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കേറിയപ്പോഴത്തേന് അച്ഛൻ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എന്താ സ്വർണ്ണമൊക്കെ മേടിച്ചു കഴിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങള് പിന്നെ ജ്യൂസും കുടിച്ചില്ല, ഒന്നും കുടിച്ചില്ല, തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ നമ്മളങ്ങനെ അത് ആ ഭീമയിലെ ചേട്ടനോട് നമ്മൾ അതുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നു അല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പുറത്തോട്ട് നമ്മള് പോകത്തില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വൈകുന്നേരം അച്ഛൻ കയറുന്നിട്ട് എന്നോട് എന്നൊക്കെ കാണിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ മനസ്സിലായി. അതുകൊണ്ടാ അവന്റെ വീട്ടിലാണെങ്കിലും അച്ഛനൊക്കെ എന്നെ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മയാണെങ്കിൽ അമ്മ പിന്നെ വിളിക്കും, സംസാരിക്കായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പവും ഒരു പ്രശ്നമില്ലാണ്ടൊക്കെ. അതെ, നല്ല അതായത് നമുക്കറിയാം, നമുക്ക് ഒരു മനസ്സിലായി കാര്യം നമ്മുടെ കല്യാണം എന്തായാലും നടക്കും, വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കും എന്നുള്ള രീതിയിൽ മനസ്സിലായപ്പോ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്രയും നാള് ആ 1 മാസം സന്തോഷിച്ചതിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടി. വല്ലാത്തൊരു തരലായിപ്പോയി തന്നത്. കാര്യം ആ 1 മാസം നമ്മൾ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതാണെങ്കിലും നമ്മളെപ്പോഴും അല്ലേ തന്നെ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോണ്ടേ ഇരിക്കുന്നവരാ. ആ 1 മാസം ഇവൻ എനിക്ക് ശരിക്കും വിളിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ഹോസ്പിറ്റലിൽ കിടക്കുവല്ലേ, വിളിക്കാനോ കാണാനോ എനിക്ക് കുറച്ച് നാളത്തേന് ഫോണൊന്നും അങ്ങനെ തരുവോ? അങ്ങനെ ആകെ ഞാൻ ഫോൺ എടുത്ത് വിളിക്കുന്ന എന്നെ മാത്രമായിരുന്നു. ലാസ്റ്റ് ആ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന കുറച്ച് നാൾ എനിക്ക് ഫോണൊന്നും തരത്തൊന്നും ഇല്ലായിരുന്നു. അവസാനം ഞാൻ ഭയങ്കര ഞാൻ വരുന്ന സമയത്ത് കാണും, ആ ഒരു സംഭവം മാത്രമേ. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കൂടെ നിൽക്കുന്ന കണ്ണൻ, ഒരു കസിൻ ഉണ്ട്, അവന്റെ ഫോണിനകത്ത് വിളിച്ചാലും ഇച്ചിരി നേരം വല്ല സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഫോൺ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാൻ, ഇടയ്ക്ക് ഒത്തിരി നേരം ഒന്നും വെക്കാൻ പറ്റില്ല. അവന്റെ പെയിനായിട്ട് അവൻ തന്നെ ഇവൻ വരുമ്പോഴത്തേന് പെട്ടെന്ന് ഒന്ന് കരഞ്ഞോണ്ടിരിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കണ്ണിലൊക്കെ മാറ്റിട്ട് ചിരിച്ചോണ്ടൊക്കെ സംസാരിക്കും. അവനെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ട് ചിരിച്ചിട്ട് വെക്കും. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും, നിനക്ക് ഇട്ടിട്ട് പോകണമെങ്കിൽ ഇപ്പൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് സമയത്തൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഒരു ഡോക്ടറൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇന്ന പോലെ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോ പിന്നെ എന്നെ വിളിച്ചിട്ട് ചാൻസ് ഇല്ലെങ്കിൽ നടക്കണ്ട, അത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ
സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞിട്ട് വെച്ചേവും പൂര കരച്ചിലായിരിക്കും. പക്ഷെ അവനൊട്ട് നമ്മളത് അല്ല ഞാൻ കാരണം ഇനി വേറൊരു കൊച്ചിന്റെ ഭാവി നഷ്ടപ്പെടാൻ ഞാൻ ഇട്ടിട്ടെങ്ങാനും പോയത് അവൻ അപ്പഴേ കൂട്ടിച്ചാത്തേനെ. ആണേലും പക്ഷെ എന്നാലും അങ്ങനെ എനിക്ക് അങ്ങനെ സംഭവം ഇവനെ ഇപ്പൊ കാണുമ്പോഴേ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, തോന്നത്തുമില്ല. അപ്പം ആ ഒരു സമയത്ത് ഫസ്റ്റ് ഒരു 2-3 ഇവൻ ICU കിടക്കുന്ന ഒരു 5 ദിവസം എനിക്ക് റിസർച്ച് ആയിരുന്നു ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവം എന്താണ്, എങ്ങനെയാണ്, എന്താ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണ് സംഭവിക്കാൻ പറ്റുന്നത്, നമുക്ക് ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അപ്പോഴും അറിയത്തില്ല. അപ്പൊ ഈ ഓരോന്ന് കണ്ടിട്ട് മനസ്സിനെ പറഞ്ഞ് അപ്പൊ തന്നെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് പണ്ടത്തെ പോലെ എന്തായാലും നല്ല ചേഞ്ചസ് വരുമെന്ന് അപ്പോഴും നമുക്ക് അറിയാം. പക്ഷെ എനിക്ക് അതൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇവന്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും കാണാന്നുള്ള ഒറ്റ സാധനമേ ഉള്ളായിരുന്നു. അത് ICU ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതെന്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചു. അപ്പോഴത്തന്നെ എനിക്ക് കരയാവുന്നതിന്റെ മാക്സിമം ഞാൻ കരഞ്ഞു. എല്ലാം ഈ വീഡിയോ കോൾ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇവനെ അയച്ചു കൊടുക്കും, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചിരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കും. അപ്പൊ ഇവന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ കരയുമ്പോഴൊക്കെ ഇവനോട് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഫോണെടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും. റെക്കോർഡ് ചെയ്യുമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഫോൺ കോൾസ് ഒക്കെ. അപ്പൊ ആ റെക്കോർഡ് ചെയ്യുന്നൊക്കെ കേട്ടോണ്ടിരിക്കും. അങ്ങനൊക്കെ ഭയങ്കര ഇതായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇവനെ എല്ലാരും ആ സമയത്ത് എല്ലാരും പറയായിരുന്നു അതുപോലെ അവനും ഒട്ടും എനിക്ക് ഇത്രയും പറ്റുന്നില്ലെങ്കിൽ അവൻ ഒട്ടും പറ്റത്തില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം എന്റെ കൂട്ടത്തിൽ മാത്രമുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു അതിന്. എനിക്ക് ഇവൻ മാത്രമാണ് എന്റെ ഫുള്ള്. പക്ഷെ അവന്റെ അങ്ങനല്ല, അവൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനോട് പുറത്തു പോകാനൊക്കെ കുറവ്. പക്ഷെ അവൻ എപ്പോഴും ട്രിപ്പ് കാര്യങ്ങള്, ബൂസ്റ്റർ ചായ രാത്രിയും രാവിലെ ഒക്കെ ബൂസ്റ്റർ ചായ. പറഞ്ഞ ഞാന് എനിക്കും വണ്ടിയും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റാ. പക്ഷെ എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എന്നാ വലിയ സംഭവമൊന്നും അല്ല, എന്നാൽ പോലും അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റാ. അത് ആ ഒരു 3 വർഷം കൊണ്ട് പോവാത്ത ഏക 2 ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം. ആ 3 ജില്ല അങ്ങനത്തെ ഉള്ളു പോവാത്ത. ബാക്കി ജില്ലകളെല്ലാം പോയൊരു വണ്ടിയാ. 3 വർഷം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത ഒരു വണ്ടിയാ. ഞാൻ ചെന്നൈ കോളേജിൽ പോകുന്നത് ആ വണ്ടിയിലാ. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്, പേരമ്മയും പേരപ്പനും ചേട്ടനൊക്കെ ചെന്നൈയിൽ, അവരൊക്കെ പോകുന്നതൊക്കെ ആ വണ്ടിയില. അപ്പം ആ വണ്ടി പോയതൊരു ഭയങ്കര വിഷമം. അപ്പൊ എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാം. പിന്നെ ആ ഒരു രീതിയിൽ അങ്ങനെ ഇരിക്കത്തില്ല, വീട്ടിൽ അങ്ങനെ ഇരിക്കത്തില്ല, വീട്ടിൽ അങ്ങനെ എപ്പോഴും ഇരിക്കുന്ന എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് പറയുകയാണെങ്കിൽ സിദ്ധാർത്ഥ്, അരുണ്, നകുല്, സാജു, വിശാല്, അരവിന്ദ്, അങ്ങനെ കുറെ പേരുണ്ട് കൈസ്. ഞങ്ങൾ അവന്മാരെല്ലാം കൂടെ കറങ്ങി എപ്പോഴും ബൂസ്റ്റർ ചായ, എപ്പോഴും കറക്കുക, എപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തരുടെ വീട്ടില്. അങ്ങനെ വീട്ടിലിരിക്കാറേ ഇല്ല. ആക്സിഡന്റിന് കുറച്ചുനാൾ മുന്നാണ് ഇത്രയും കൂട്ടുകാരെ. അതിനു മുന്നേ കുറച്ച് ചെറിയ സർക്കിളേ ഉള്ളായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ. അതിനുശേഷമാണ് സത്യം പറഞ്ഞ ഫ്രണ്ട്സിന്റെ ഒക്കെ പേരും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടി വരേണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ ഉള്ളായിരുന്നു. അപ്പൊ ആ ഒരു സ്പേസിൽ അവരൊക്കെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും എനിക്ക് അതും പറഞ്ഞ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം അവനൊട്ടും പറ്റത്തില്ല. ഏതൊരു രാത്രി ആണെങ്കിലും അവരൊക്കെ വിളിക്കാൻ വരെ എപ്പോഴും പോകുന്ന അതായിരിക്കും. എന്തൊരാവശ്യം വന്നാലും നോ എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്തെങ്കിലും കാര്യം പറയുമ്പോ അങ്ങനെ പോവുകയാണ്. ഈ ആക്സിഡന്റിന് മുന്നേ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവര് നമ്മളോട് ഇച്ചിരി ചെറിയ 1 മാസം മാത്രമാണ് ചെറിയൊരു ഓക്കെ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുള്ള. ആക്സിഡന്റ് സമയത്തും എനിക്കിപ്പോഴും അറിയത്തില്ല അച്ചാച്ചൻ അന്ന് ആ ദിവസം എന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ലായിരുന്നു, ഞാൻ എങ്ങനെ ഇവനെ കാണും, അതൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എല്ലാരും ഫസ്റ്റ് അന്ന് ആക്സിഡന്റ് പറ്റിയ ദിവസം തൊട്ട് എന്റെ കൂട്ടത്തിൽ എന്റെ അച്ചാച്ചൻ ഉണ്ടായിരുന്നു. ഈ ICU എന്നൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് കുറെ പേര് എന്നോട് പേഴ്സണലി ഒന്നും ആരും വന്നിട്ട് സംസാരിക്കും എടുക്കുകയൊന്നും ചെയ്യത്തില്ല. അച്ചാച്ചനോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എങ്ങനെ കൊച്ചിനെ അവന്റെ കൂട്ടത്തിൽ ജീവിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതിനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കാറിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്ന ദിവസം ഇങ്ങനെ എന്നോട് അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ നീ ഓക്കെ ആണോ, എല്ലാം ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുള്ളതാണോ, നിനക്ക് നിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമോ, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ആകും എന്ന് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകാനല്ലേന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അച്ചാച്ച അവനില്ലാണ്ട് പറ്റത്തില്ല അച്ചാച്ച എന്ന് പറഞ്ഞു. എനിക്കിനി എന്തോ ആണെങ്കിലും എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന്
അന്നല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റ് പറ്റിയ ദിവസം തൊട്ട് എന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള മനുഷ്യനാണ്. ഇന്നേ വരെ അച്ചാച്ചൻ എന്നെക്കാട്ടും അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹത്തിനെക്കാട്ടും ഉപരി എന്റെ വീട്ടിലെ അച്ചാച്ചൻ, അമ്മ, എന്റെ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, എന്നോട് അവരെങ്ങനെയാണോ നിൽക്കുന്നത് അതിനെക്കാട്ടും നന്നായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില്. ഭയങ്കര സപ്പോർട്ടാണ്. അവരില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്ര ഹാപ്പിയായി, നമുക്ക് ആകെയുള്ള ഹാപ്പിനെസ് സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് ഫാമിലി മാത്രമേ ഉള്ളൂ. അതെ സത്യമായിട്ട്. അവൾ എന്റെ വീട്ടിൽ വരുമ്പോഴാണേലും ഒരിക്കലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പകുതി മുക്കാൽ പേർ ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്. കുറെ പേര് എന്നോട് ഇപ്പോഴും ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പം എല്ലാരും ഇപ്പോഴാണെങ്കിലും എല്ലാവർക്കും ചോദിക്കാം കല്യാണം കഴിക്കാതെ ഞാനും എന്റെ വീട്ടിൽ എങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി നിൽക്കുന്നത്. മിക്ക ദിവസങ്ങളും എന്റെ വീട്ടിൽ നിൽക്കുന്നത് കുറവാണ്. നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്റെ വീട്ടുകാർ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കത്തില്ല. നീ അവന്റെ കൂട്ടത്തില് നന്നായിട്ട് സപ്പോർട്ടായിട്ട് ആ ഒരു രീതിയിൽ എന്നോടൊന്നും പറയാറില്ല. അവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അവരില്ലായിരുന്നു എന്തോ ചെയ്യുന്ന പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. അതെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇവന്റെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു രീതിയിലാകുമ്പോ നമുക്ക് ഇച്ചിരിയെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അവരും കൂടെ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നോണ്ടാണ് ഗൈസ്. ആഫ്റ്റർ ആക്സിഡന്റ് എനിക്ക് അത്ര വോയിസേ ഇല്ല ഗൈസ്. അത് ഫുള്ള് അവൾ, അത് അറിയാമല്ലോ, എനിക്കത്ര വോയിസ് ഇല്ല. എനിക്ക് ആക്സിഡന്റ് പറ്റി ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അതുപോലെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു മഴൽ മനോരമയില് ഒരു ചിരി വരുന്നതിന് മുന്നേ തന്നെ സത്യം പറഞ്ഞ കുറെ പേർക്കൊക്കെ നമ്മുടെ നാട്ടിൽ അറിയാവുന്ന ആ ഒരു സമയത്ത് നമ്മളെ വലിയ മൈൻഡൊന്നും ചെയ്യാത്ത ആൾക്കാർ പോലും ഇപ്പം എന്നോട് വന്നിട്ട് പറയും മോളെ ഇട്ടിട്ട് പോകല്ലേ കൂടെ തന്നെ കാണുന്നത്. ഞാനിങ്ങനെ മനസ്സിൽ പോയിട്ട് എന്റെ സ്വപ്നത്തെ പോലും പറഞ്ഞിട്ടുണ്ട് മോളെ നീ എങ്ങനെ അവന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പൊ ഇങ്ങനെ ഇത്രയും ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് വന്നിട്ട് ഇവര് തന്നെ പണിയും തന്നിട്ടുണ്ട് ഈ പറയുന്നവരൊക്കെ. അപ്പം ആ ഒരു രീതിയിൽ പക്ഷെ എന്റെ അതുപോലെ ത്യാഗം എന്നുള്ളൊരു രീതിയിലേ അല്ല. എനിക്ക് കമന്റ്സ് ആണെങ്കിലും യുവ മോള അവന്റെ ഭാഗ്യമാണ്, ആ ഒരു സംഭവമല്ല. എനിക്ക് ഇവനില്ലാണ്ട് പറ്റത്തില്ല. ഈ ആക്സിഡന്റ് മുന്നേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സമയത്ത് പോലും എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോ ഈ ഒരു ആക്സിഡന്റ് പറ്റുന്ന പറഞ്ഞാൽ എനിക്ക് ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ്. അല്ലാണ്ട് ത്യാഗം അങ്ങനൊന്നുമില്ല. എനിക്ക് ഭയങ്കര സ്നേഹം. എനിക്ക് അവനില്ലാണ്ട് പറ്റത്തില്ല. എന്റെ മരുന്നാണ് അവൻ. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ജീവിതകാലം മുഴുവൻ എനിക്ക് വേണം കൂടെ. അതുപോലെ എല്ലാവരും വിചാരിക്കും എന്നിട്ട് അതേപോലെ എല്ലാവരും ആക്സിഡന്റിന് ശേഷം ഇപ്പം ഇവനെ വീട്ടുകാരെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര കെയർ ആയിരിക്കും. അവന്റെ ഡിപ്രഷൻ സ്റ്റേജ് അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ വിഷമം ചോദിക്കാനും പറയാനും ഒക്കെ ഒത്തിരി പേര് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മാത്രമല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ എനിക്കറിയാൻ തന്നെ കുറെ പേരുണ്ട്. ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയുള്ള ഓരോ സോഷ്യൽ മീഡിയയിലും ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര്. ഞാൻ അവർക്കൊക്കെ മെസ്സേജും പേഴ്സണലി അയച്ചിട്ടുള്ളവർ കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ ആണെങ്കിലും അവരുടെ പാർട്ട്നേഴ്സ് കൂടെ നിൽക്കുന്നവർ കുറെ, അതായത് അവർക്ക് മെന്റലി ഭയങ്കര സഫർ ചെയ്യുന്നവരാ. കാര്യം അവർക്ക് ഇമോഷണലി സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണ്ട ഒരു സമയമാണ്. ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിഡന്റിന് മുന്നേ ഞങ്ങള് അറിയത്തില്ല ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൊരു ജീവിതവും ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം രണ്ടും രണ്ടാ. അതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇവനോട് പോലും എന്റെ വിഷമോ കാര്യങ്ങളോ തുറന്നു പറയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാർ പോലും എന്നോട് ഇപ്പം ഞങ്ങൾ രണ്ടൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അവന്റെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് നല്ല കാര്യമാണ്. പക്ഷെ വേറെ രീതിയിൽ നോക്കുമ്പോ എല്ലാരും അവൻ ഓക്കെയാണ്. എന്നെ വിളിച്ചിട്ടാണെങ്കിലും എല്ലാരും ചോദിക്കുന്നത് അവൻ ഓക്കെ അല്ലേ എന്ന്. ഞാൻ ഓക്കെ ആണോന്ന് ഇന്നേ വരെ ഒരാൾ പോലും ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചിട്ടില്ല. അത് ആ ഒരു രീതിയില് അതൊരിക്കലും അത് ഇപ്പം ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ രണ്ടുപേരും. അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ നമ്മൾ ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല. ഞാൻ ഇപ്പം സൊസൈറ്റിയോടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരടുത്ത് പോകുന്ന സമയത്ത് അവനെ ഒരു രോഗിയായിട്ട് കാണാതിരിക്കുക. അവന് രോഗിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് എന്റെ കണ്ണിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അവൻ എന്നെക്കാട്ടിനും ഓക്കെയാ. അപ്പൊ അവൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോ നമുക്കത് പേഴ്സണലി എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ അവന് എനിക്ക് പണ്ടത്തെക്കാട്ടിനും
അല്ലാതെ ഞാൻ അവനെ നോക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ അവന് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റി അവൻ വീൽ ചെയറിലാണ്. അങ്ങനെ ഈ വീൽ ചെയർ മിക്കവാറും ഞാൻ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു ഇത് ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, പക്ഷെ ഒരിക്കലും ഒരു രോഗി അല്ലെന്നുണ്ടെങ്കിൽ ത്യാഗം അങ്ങനെയുള്ള രീതിയിൽ വേണ്ട അല്ലേ. ഞാൻ രോഗിയാണോ ഗൈസ്? രോഗിയല്ല ഗൈസ്. ഞാൻ തന്നെ അത് മെന്റലി മാറ്റിയെടുക്കാൻ നോക്കുക. നമ്മളിതിപ്പോ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തു. നമ്മളെ ലൈഫ് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ അതിനു മുന്നത്തെ കാര്യങ്ങള് നമ്മുടെ മെമ്മറീസിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ഇതിപ്പോ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ വിഷമമായിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് നമ്മുടെ അകത്ത് നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും, നമുക്ക് ഫാമിലിയിലും ഫിനാൻഷ്യലായിട്ടൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്, ഒരു കാര്യമില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, ഇനി നിന്ന് കഴിഞ്ഞാൽ മഴയും പെയ്യും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.